അതെ, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. റൈസിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഇത്. ചിക്കൻ റോസ്റ്റ് പല രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ഇത് എൻ്റെ വെർഷനാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 സവോള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്നിളക്കി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇനി ചിക്കൻ പകുതി വേവാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകപ്പൊടിയും കുറച്ച് കസൂരി മേത്തി, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് കറി മൂടി വെച്ച് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്